ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന പരിശുദ്ധ ഫ്രാൻസിസ് മാപ്പായുടെ ചാക്രിയ ലേഖനത്തിൻ്റെ പഠന പരമ്പരയുടെ 3-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നേ ദിവസം ഈ ചാക്രിയ ലേഖനത്തിലെ 1-ാം അധ്യായത്തിലെ 9 മുതൽ 16 വരെയുള്ള ഖണ്ഡികകളാണ് പഠന വിധേയമാക്കുന്നത്, വിചിന്തനത്തിന് വിധേയമാക്കുന്നത്. ഏവരെയും ഈ പഠന പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടി ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ നാമത്തിൽ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ സ്നേഹമായിരിക്കണമേ. ആദ്യമായിട്ട് നമ്മൾ 9-ാമത്തെ ഖണ്ഡികയാണ് കാണുന്നത്. നമ്മുടെ ലോകവും ഹൃദയവും എന്ന ആ ഒരു വിഷയമാണ് 9-ാമത്തെ ഖണ്ഡികയിൽ പ്രത്യേകമായിട്ട് പ്രതിപാദിക്കുക. നമ്മൾ ജീവിക്കുന്ന ലോകം ഒരുപാട് വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഒരുപാട് തിരക്കുകളും ടെക്നോളജിപരമായ വളർച്ചയുമൊക്കെയായി നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ശക്തിയും സ്നേഹവും വിശ്വാസവുമെല്ലാം വരുന്ന ഒരു പ്രധാന സ്ഥലത്തെക്കുറിച്ച് നമ്മൾ മറന്നു പോകുന്നു. അതാണ് നമ്മുടെ ഹൃദയം. പരിശുദ്ധ പിതാവ് പറയുന്നത് തൻ്റെ ആത്മകേന്ദ്രം നഷ്ടപ്പെട്ടു പോകുന്നുവെന്നാണ് പറയുന്നത്. നമ്മൾ ഒരുപാട് ജോലികൾ ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടറുകളിലും ഫോണുകളുമെല്ലാം ഉപയോഗിച്ചുകൊണ്ട്. ഇതൊക്കെ ചെയ്യുന്നതിനിടയിൽ നമ്മുടെ ഉള്ളിലെ ഈ ഹൃദയം, നമ്മുടെ ഉള്ളിൽ സന്തോഷവും സമാധാനവുമെല്ലാം നഷ്ടപ്പെട്ടു പോകാറുണ്ട്. നമ്മുടെ ചിന്തകൾക്കും ഇഷ്ടങ്ങൾക്കും മാത്രമേ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. ഹൃദയത്തിന് നമ്മൾ സ്ഥാനം കൊടുക്കുന്നില്ല. ഈ കാര്യമാണ് ഈ ചാക്രിയ ലേഖനത്തിൻ്റെ 9-ാമത്തെ ഖണ്ഡികയിൽ പറയുക. അതായത് പ്രധാനമായും നമ്മുടെ ഉള്ളിൽ ഒരു പ്രത്യേക സ്ഥലമുണ്ട് എന്നും അത് ഹൃദയമാണ് എന്നും മനസ്സിലാക്കുക. നമ്മുടെ ശക്തിയും സന്തോഷവും സ്നേഹവും വിശ്വാസവും എല്ലാം ഈ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. ഇന്നത്തെ തിരക്കിട്ട ലോകത്തിൽ നമ്മൾ ഈ ഹൃദയത്തെ മറന്നു പോകുന്നു. ബുദ്ധിയും ഫോണും അവയ്ക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഹൃദയം ഒറ്റപ്പെട്ടു പോകുന്നു. അതായത് തൻ്റെ ആത്മകേന്ദ്രം തന്നെ മനുഷ്യൻ നഷ്ടപ്പെടുത്തി കളയുന്നു എന്നാണ് 9-ാമത്തെ ഖണ്ഡികയിലൂടെ പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ ചാക്രിയ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ ഹൃദയത്തിലേക്ക് മടങ്ങുക എന്ന പ്രധാന ഘട്ടിങ്ങിൽ വരുന്ന ഭാഗങ്ങളാണ് 9 മുതൽ 16 വരെയുള്ള ഖണ്ഡികകൾ. അതിൽ 9-ാമത്തെ ഖണ്ഡികയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമ്മൾ ഹൃദയത്തിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതിനെക്കുറിച്ചുള്ള 10-ാമത്തെ ഖണ്ഡികയാണ് കാണാനായി പോവുക. നമ്മുടെ ഹൃദയം വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും അതിനു പ്രാധാന്യം നഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. പണ്ടുകാലം മുതൽക്കേ ആളുകൾ ബുദ്ധിക്കും യുക്തിക്കും മാത്രമേ പ്രാധാന്യം കൊടുത്തിരുന്നുള്ളൂ. ഹൃദയത്തെക്കുറിച്ച് അവർക്ക് വലിയ ധാരണയില്ലായിരുന്നു. ഹൃദയമെന്ന വാക്കിനു പോലും കൃത്യമായ ഒരു അർത്ഥം നൽകാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല. നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ, മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാതെ, നമ്മൾ സ്വന്തം ചിന്തകളിലും ഇഷ്ടങ്ങളിലും മാത്രം ഒതുങ്ങി ജീവിക്കാൻ തുടങ്ങി. വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കാതെ, അതായത് നമ്മുടെ ഹൃദയത്തെ മനസ്സിലാക്കാതെ, ഹൃദയത്തിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കാതെ, മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാതെ നമ്മൾ നമ്മുടെ സ്വന്തം ചിന്തകളിലും ഇഷ്ടങ്ങളിലും മാത്രം ഒതുങ്ങി ജീവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതിലൂടെ മാർപ്പാപ്പ ഈ ചാക്രിയ ലേഖനത്തോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ നമ്മൾ മനസ്സിലാക്കണമെന്നും മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കണം എന്ന് തന്നെയാണ്. അത് രണ്ടും ചെയ്യാതെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തം താല്പര്യപ്രകാരം ജീവിക്കരുത് എന്ന് തന്നെയാണ് ഈ ഒരു കാര്യത്തിലൂടെ പരിശുദ്ധ പിതാവ് പറയുന്നത്.
അങ്ങനെ ഹൃദയത്തിൻ്റെ പ്രാധാന്യം ഇല്ലാത്ത ഒന്നായി മാറിപ്പോയി. എങ്ങനെ മാറിയത്? ഹൃദയത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകാൻ കാരണം സ്വന്തം ചിന്തകളിലും ഇഷ്ടങ്ങളിലും മാത്രം ഒതുങ്ങി മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഇങ്ങനെ ഹൃദയത്തിൻ്റെ പ്രാധാന്യം ഇല്ലാതായി മാറിയപ്പോൾ ഹൃദയത്തിൽ നിന്നും സംസാരിക്കുന്നതും ഹൃദയം കൊണ്ട് പ്രവർത്തിക്കുന്നതും ഹൃദയത്തെ സ്നേഹിക്കുന്നതിനും നമ്മൾ മറന്നുപോയി. സ്വന്തം കാര്യങ്ങളിലേക്ക് മാത്രം പോയപ്പോൾ, മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാതെ വന്നപ്പോൾ, നമ്മുടെ ഹൃദയത്തെക്കുറിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കാതെ വന്നപ്പോൾ, ഹൃദയത്തിൽ നിന്നും സംസാരിക്കുന്ന ഒരു ശൈലി നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഹൃദയം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ശൈലി നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഹൃദയത്തെ സ്നേഹിക്കുന്നതിനും നമ്മൾ മറന്നുപോയി. ഹൃദയം പറയാൻ ശ്രമിക്കുന്ന പല നല്ല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെയായി പോയി. ഇതാണ് ഈ ഒരു 10ാമത്തെ ഖണ്ഡികയിൽ നമ്മൾ കാണുന്നത്. അതായത് ഹൃദയത്തിൻ്റെ പ്രാധാന്യം എങ്ങനെയൊക്കെയാണ് നഷ്ടപ്പെട്ടു പോയത് എന്ന് പറയുകയാണ്. ആദ്യം മുതലേ പണ്ട് മുതലേ ആളുകൾ ബുദ്ധിക്കും യുക്തിക്കുമാണ് ഒരുപാട് പ്രാധാന്യം നൽകിയത്. ഹൃദയമെന്ന വാക്ക് പോലും അവർക്ക് കൃത്യമായ അർത്ഥം നൽകാനായിട്ട് സാധിച്ചില്ല. പിന്നെ എങ്ങനെയാണ് ഹൃദയത്തിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്നു പോയ എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മളെയും മറ്റുള്ളവരെയും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ സ്വന്തം കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടാണ്. അങ്ങനെയാണ് ഹൃദയത്തിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോയത് എന്നാണ് 10ാമത്തെ ഖണ്ഡികയിൽ നമ്മെ പരിശുദ്ധ പിതാവ് പഠിപ്പിക്കുന്നത്. 11ാമത്തെ ഖണ്ഡികയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഹൃദയത്തിന് മൂല്യശോഷണം സംഭവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് ചാക്രിയ ലേഖനം നമ്മെ പഠിപ്പിക്കുന്നു. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 4 കാര്യങ്ങളാണ്. ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുക, ഹൃദയം കൊണ്ട് പ്രവർത്തിക്കുക, ഹൃദയത്തെ പരിപോഷിപ്പിക്കുക, ഹൃദയത്തെ സൗഖ്യപ്പെടുത്തുക എന്നിവയുടെ മൂല്യങ്ങൾ കുറഞ്ഞു പോകും. ഈ 4 കാര്യത്തിന് വലിയ മൂല്യമുണ്ട് എന്ന് തന്നെ പരിശുദ്ധ പിതാവ് പറയുകയാണ്. ഏത് 4 കാര്യങ്ങളാണ്? ഹൃദയം കൊണ്ട് പ്രവർത്തിക്കുന്നത്, ഹൃദയത്തിൽ നിന്നും സംസാരിക്കുന്നത്, ഹൃദയത്തെ പരിപോഷിപ്പിക്കുന്നത്, ഹൃദയത്തെ സൗഖ്യപ്പെടുത്തുന്നത്. ഈ 4 കാര്യങ്ങൾക്കും മൂല്യമുണ്ട് എന്ന് പരിശുദ്ധ പിതാവ് പറയുന്നു. അതുകൊണ്ട് ഹൃദയത്തിന് മൂല്യശോഷണം സംഭവിച്ചാൽ ഈ 4 കാര്യങ്ങൾ നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകും. ഹൃദയത്തിൻ്റെ പ്രത്യേകത വിലമതിക്കാൻ നാം പരാജയപ്പെടരുതെന്ന് തന്നെ പരിശുദ്ധ പിതാവ് ആവർത്തിച്ച് പറയുകയാണ്. അങ്ങനെ പരാജയപ്പെട്ടാൽ മനസ്സിനു മാത്രമായി ആശയവിനിമയം ചെയ്യാൻ കഴിയാത്ത സന്ദേശങ്ങളെ നഷ്ടപ്പെടും. ഹൃദയത്തിന് മാത്രം കൈമാറാൻ പറ്റുന്ന ചില സന്ദേശങ്ങളുണ്ട്. അത് ഹൃദയത്തിന് മാത്രമേ, ഹൃദയം വഴി ഹൃദയത്തോട് മാത്രമേ അതിന് കൈമാറ്റം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അവയൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്നാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. ആയതിനാൽ മറ്റുള്ളവരുമായുള്ള കണ്ടുമുട്ടലുകളിലും നമ്മുടെ ചരിത്രവും ഭൂതകാലവുമൊക്കെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയും. ഈ ഹൃദയത്തിനൊരു മൂല്യശോഷണം സംഭവിച്ചാലും ജീവിതത്തിൻ്റെ അവസാനം അതുമാത്രമായിരിക്കും പ്രസിദ്ധമായിട്ടുള്ളത് എന്ന് പരിശുദ്ധ പിതാവ് ആവർത്തിച്ച് പറയുകയാണ്. ആയതിനാൽ ഹൃദയത്തോട് സംവദിച്ച്, ഹൃദയത്തിൽ നിന്നും സംവദിച്ച് യഥാർത്ഥ വ്യക്തിയായി ഒരു ചരിത്രം നിർമ്മിക്കപ്പെടണം എന്നാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. 2 കാര്യം ശ്രദ്ധിക്കണം. നമ്മുടെ ഹൃദയത്തോട് നമ്മൾ സംവദിക്കണം, സംസാരിക്കണം. ഹൃദയത്തിൽ നിന്നും നമ്മൾ സംവദിക്കണം, അല്ലെങ്കിൽ സംസാരിക്കണം, ഇടപെടണം. അപ്പോഴാണ് ഒരു യഥാർത്ഥ നല്ല വ്യക്തിയായി തീരുക. ആ വ്യക്തിക്ക് ഒരു ചരിത്രം നിർമ്മിക്കാനായി സാധിക്കും. അതാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞിരിക്കുന്നത്. ഹൃദയത്തോട് സംവദിച്ച്, ഹൃദയത്തിൽ നിന്നും സംവദിച്ച് യഥാർത്ഥ വ്യക്തിപരമായ ഒരു ചരിത്രം നിർമ്മിക്കപ്പെടണമെന്ന് പറയുന്നതിൻ്റെ കാരണം. ആ കാര്യമാണ് 11ാമത്തെ ഖണ്ഡികയിൽ നമ്മൾ പഠിക്കുക. 12ാമത്തെ ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഹൃദയമില്ലാത്ത ജീവിതം. അതാണ് ഈ ഒരു പാരഗ്രാഫിൻ്റെ ഖണ്ഡികയുടെ ആശയം. മറ്റുള്ളവരുടെ ഹൃദയവുമായി നമുക്ക് അടുക്കാൻ കഴിയണമെന്നും അതുപോലെ മറ്റുള്ളവർക്ക് നമ്മുടെ ഹൃദയവുമായി അടുക്കാനും സാധിക്കണമെന്ന് പറയുന്നു. 2 കാര്യമാണ്. ഒന്ന്, മറ്റുള്ളവരുടെ ഹൃദയവുമായി നമുക്കടുക്കാൻ കഴിയണം. രണ്ടാമത്തത്, മറ്റുള്ളവർക്ക് നമ്മുടെ ഹൃദയവുമായി അടുക്കാനും സാധിക്കണം.
ഒരു കഥയുടെ കഥാപാത്രത്തെയാണ് ഇവിടെ പ്രത്യേകമായി പറയുക. നിക്കോളായ് സ്ട്രാവോഗിൻ എന്നൊരാളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അയാൾക്ക് ഹൃദയമില്ലായിരുന്നു. അതുകൊണ്ട് അയാൾക്ക് മറ്റുള്ളവരുമായി ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ല. അയാൾക്ക് തന്നോട് തന്നെയും അടുക്കാൻ കഴിഞ്ഞില്ല. കാരണം നമ്മുടെ ഉള്ളിലേക്ക് കടക്കാൻ ഹൃദയത്തിനു മാത്രമേ സാധിക്കുകയുള്ളൂ. ഹൃദയമില്ലെങ്കിൽ നമ്മളിൽ നിന്ന് പോലും അകന്ന് ജീവിക്കുന്നവരായി മാറും. ഹൃദയമാണ് നമുക്ക് മറ്റുള്ളവരുമായി ആത്മാർത്ഥമായ സ്നേഹം പങ്കിടാൻ സഹായിക്കുന്നത്. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറില്ലേ, അവരുടെ ഒരു സ്വഭാവം കണ്ടാൽ ഹൃദയമില്ലാത്തവരെ പോലെ നീ പെരുമാറരുത് എന്നൊക്കെ പറയാറില്ലേ. നമ്മുടെ സ്നേഹിതർ നമ്മളോട് കൂടെ ആയിരിക്കുമെന്ന് നമ്മൾ കരുതുന്നവരൊക്കെ ചിലപ്പോഴൊക്കെ നമ്മുടെ കൂടെ അല്ല എന്ന് മനസ്സിലാകുമ്പോൾ, നമ്മൾ നല്ലൊരു സഹായം ആഗ്രഹിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പറയുന്ന കാര്യമാണ്, നീ ഹൃദയമില്ലാത്തവനെ പോലെ പെരുമാറരുത് എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ ഈ ഖണ്ഡികകളിൽ മുഴുവൻ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്. ഹൃദയമില്ലാതെ ജീവിക്കരുത് എന്ന് തന്നെയാണ്. രണ്ട് കാര്യത്തിനു വേണ്ടിയാണ്. മറ്റുള്ളവരുടെ ഹൃദയവുമായി നമുക്ക് അടുക്കാനും കഴിയണം, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നമ്മുടെ ഹൃദയവുമായി അടുക്കാനും സാധിക്കണം. അതുകൊണ്ട് ഹൃദയമുള്ളവരായി ജീവിക്കാനായിട്ടാണ് ഈ ഖണ്ഡികയിലൂടെ പരിശുദ്ധ പിതാവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. 1-ാം അധ്യായത്തിലെ ഹൃദയത്തിലേക്ക് മടങ്ങുക എന്ന പ്രധാന തലക്കെട്ടിൽ വരുന്ന 9 മുതൽ 16 വരെയുള്ള ഖണ്ഡികയിലെ 13-ാമത്തെ ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ഹൃദയത്തെ എല്ലാ കാര്യത്തിലും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മുടെ ഹൃദയത്തെ ഉൾപ്പെടുത്തണം. നമ്മുടെ ദേഷ്യം, നമ്മുടെ ആഗ്രഹങ്ങൾ എന്നിവയെല്ലാം ഹൃദയത്തിന് നിയന്ത്രിക്കാൻ കഴിയും. നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ഹൃദയം നമ്മളെ സഹായിക്കും. നമ്മൾ മനസ്സുകൊണ്ട് മാത്രം കാര്യങ്ങൾ ചെയ്യാതെ ഹൃദയം തിരിച്ചറിയുന്ന വലിയ നന്മയെ പിന്തുടരണം. നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഹൃദയത്തിൻ്റെ സ്നേഹത്താൽ നയിക്കപ്പെടണം. അതായത് ഒരു മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവൻ ഹൃദയത്തെ ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് പരിശുദ്ധ പിതാവ് ഈ ചാക്രിക ലേഖനത്തിലെ ഈ ഖണ്ഡികയിലൂടെ 13-ാമത്തെ ഖണ്ഡികയിലൂടെ നമ്മോട് പറയുക. അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഹൃദയം ഉൾപ്പെട്ടിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം വിശുദ്ധ പറയുകയാണ്, നമ്മുടെ ദേഷ്യം, നമ്മുടെ ആഗ്രഹങ്ങൾ ഇവയൊക്കെ നല്ല രീതിയിൽ നിയന്ത്രിക്കാൻ ഹൃദയത്തിന് സാധിക്കും. നല്ല കാര്യങ്ങൾ ചെയ്യാൻ മാത്രം ഹൃദയം നമ്മെ സഹായിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് മനസ്സുകൊണ്ട് മാത്രം ചിന്തിക്കാതെ ഹൃദയം പറയുന്ന നല്ല കാര്യങ്ങൾ കൂടി കേൾക്കണമെന്ന് ഈ ഖണ്ഡികയിലൂടെ പരിശുദ്ധ പിതാവ് നമ്മോട് ആവശ്യപ്പെടുന്നു. 14-ാമത്തെ ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതിൻ്റെ പ്രധാന ആശയം ഞാൻ എന്നാൽ എൻ്റെ ഹൃദയം ആണ് എന്നാണ്. നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാകുന്നത് നമ്മുടെ ഹൃദയം ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ ഉള്ളിലെ നല്ല വ്യക്തിത്വം രൂപപ്പെടുത്തുന്നത് ഹൃദയമാണ്. മറ്റുള്ളവരുമായി നല്ല ബന്ധമുണ്ടാക്കാൻ ഹൃദയം നമ്മെ സഹായിക്കുന്നു. കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളുമൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളും ചിന്തകളും അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ച് AI പോലെയുള്ള കാര്യങ്ങൾ വന്നതുകൊണ്ട് നമ്മളുടെ ഇഷ്ടങ്ങൾ എന്താണ്, നമ്മുടെ താല്പര്യങ്ങൾ എന്താണ് എന്നൊക്കെ അതിന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഹൃദയം അങ്ങനെയല്ല. ഹൃദയത്തെ അത്ര എളുപ്പത്തിൽ ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്നെ തന്നെ മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് തന്നെ മനസ്സിലാക്കണം. കാരണം എൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ എന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എന്നാൽ എൻ്റെ ഹൃദയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരായിരിക്കുന്നത് വ്യത്യസ്തമായ ഹൃദയമുള്ളത് കൊണ്ടാണ് എന്നും നല്ല സ്വഭാവങ്ങൾ ഹൃദയത്തിലാണ് രൂപപ്പെടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. മറ്റുള്ളവരുമായി നല്ല കൂട്ടുകാരാകാൻ ഹൃദയം നമ്മളെ സഹായിക്കുന്നുണ്ട്. കമ്പ്യൂട്ടറുകൾക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞാലും ഹൃദയത്തെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഒരു മനുഷ്യന് മാത്രമേ
മനുഷ്യൻ്റെ ഹൃദയത്തെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു നല്ല ഹൃദയമുള്ള വ്യക്തിയായി നമുക്ക് ജീവിക്കണം എന്ന് തന്നെ ഈ ചാക്രിക ലേഖനത്തിലെ 14-ാമത്തെ ഖണ്ഡിക നമ്മോട് ആവശ്യപ്പെടുന്നു. 15-ാമത്തെ ഖണ്ഡികയിലേക്ക് നമ്മുടെ പഠനം പ്രവേശിക്കുകയാണ്. ഹൃദയം ഒരു സമഗ്രമായ അർത്ഥം. ഹൃദയം എന്ന വാക്കിന് വെറുമൊരു അവയവം എന്നതിലുപരി ഒരുപാട് അർത്ഥങ്ങളുണ്ട് എന്ന് ഈ ഖണ്ഡിക നമ്മളോട് പറഞ്ഞു പഠിപ്പിക്കുന്നു. നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ് എന്നിങ്ങനെ എല്ലാം ചേർന്നതാണ് ഹൃദയം. ശാസ്ത്രജ്ഞന്മാർ ഹൃദയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു വശം മാത്രമേ കാണുന്നുള്ളൂ. അവർക്ക് ഹൃദയത്തിൻ്റെ യഥാർത്ഥമായ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഹൃദയമെന്ന വാക്ക് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ നല്ല കാര്യങ്ങളെയും സൂചിപ്പിക്കുന്നു. നമ്മളെ തന്നെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന കാര്യമിതാണ്. ഹൃദയം നമ്മുടെ വെറുമൊരു അവയവമല്ല എന്നുള്ളതാണ് ആദ്യമായി മനസ്സിലാക്കേണ്ടത്. ശരീരവും മനസ്സും ആത്മാവും ചേരുമ്പോഴാണ് ഹൃദയമായി മാറുന്നത്. ചിലപ്പോഴൊക്കെ മുൻപിൽ നമ്മൾ പറഞ്ഞതുപോലെ ആ മനുഷ്യൻ നല്ലൊരു ഹൃദയമുള്ള വ്യക്തിയാണ് എന്ന് ചിലരെക്കുറിച്ച് നമ്മൾ പറയും. ഒരു സമഗ്രമായ അർത്ഥത്തിലാണ് പറയുന്നത്. പുള്ളി ഹൃദയം മാത്രമുള്ളൂ എന്നുള്ളതല്ലല്ലോ അതിൻ്റെ അകത്ത് അർത്ഥമാക്കുന്നത്. മറിച്ച് അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു സ്വീകാര്യതയുണ്ട്, ഒരു സ്നേഹമുണ്ട്, ഒരു കരുതലുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ മനസ്സിലാക്കിയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ വ്യക്തിക്ക്, ആ സാറിന് നല്ലൊരു ഹൃദയമുണ്ട്, അല്ലെങ്കിൽ ആ ചേട്ടന് നല്ലൊരു ഹൃദയമുണ്ട് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അല്ലെങ്കിൽ നീ ഹൃദയമില്ലാത്തവനെ പോലെ പ്രവർത്തിക്കരുതേ എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയം പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതല്ല, മറിച്ച് ആ ചെയ്യുന്ന വ്യക്തിയുടെ പ്രവർത്തികൾ നമുക്ക് വേദനയുണ്ടാക്കുന്നു, അല്ലെങ്കിൽ അത് ഒരു നല്ല ഹൃദയത്തിനു ചേർന്നതല്ല എന്ന് പറയുകയാണ്. അത് നമ്മൾ സാധാരണ നാട്ടുഭാഷയിൽ ഉപയോഗിക്കുന്ന കാര്യമാണല്ലോ. അതിൽ തന്നെ നമുക്കറിയാൻ സാധിക്കും, ഹൃദയമെന്ന് പറയുന്നത് വെറും ഒരു അവയവമായിട്ടല്ല നമ്മുടെ സംസാരത്തിൽ പോലും നമ്മൾ കൊണ്ടുവരുന്നത്. അത് തന്നെയാണ് പരിശുദ്ധ പിതാവ് വളരെ വ്യക്തമായി പറയുന്നത്. ഈ ഹൃദയമെന്ന് പറയുന്നത് ഒരു സമഗ്രമായ അർത്ഥമുള്ളതാണ്. നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം കൂടി ചേർന്ന എല്ലാ നല്ല കാര്യങ്ങളെയും സൂചിപ്പിക്കുന്ന കാര്യമാണെന്ന് പറയുന്നത്. അതാണ് ഈ 15-ാമത്തെ ഖണ്ഡികയിൽ നമ്മൾ കാണുന്നത്. അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിക ലേഖനത്തിൻ്റെ 9 മുതൽ 16 വരെയുള്ള ഖണ്ഡികകളെ ഹൃദയത്തിലേക്ക് മടങ്ങുക എന്നുള്ള ഒരു പ്രധാന ഹെഡിങ്ങിൽ, ഒരു പ്രധാന ആശയത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. എൻ്റെ 16-ാമത്തെ ഖണ്ഡികയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. ഹൃദയ സത്യത്തെ ഉൾക്കൊള്ളുന്നു എന്നുള്ളൊരാശയമാണ് ഈ 16-ാമത്തെ ഖണ്ഡികയിൽ നമ്മൾ കാണുക. നമ്മുടെ ഹൃദയം ഒരു സത്യത്തെ മനസ്സിലാക്കുമ്പോൾ ആ സത്യത്തെ കൂടുതൽ നന്നായി അറിയാൻ ഹൃദയം നമ്മളെ സഹായിക്കും. ഹൃദയത്തിനു മാത്രം കഴിയുന്ന ഒരു സ്നേഹത്തിലേക്ക് ഇത് നമ്മളെ നയിക്കും. കാരണം ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്നേഹമാണ്. നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഉള്ളിൽ ഒരു ഞെട്ടൽ ഉണ്ടാകണം. ആ ഞെട്ടലാണ് നമ്മളെ ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്നത്. നമ്മുടെ ഹൃദയമാണ് നമ്മുടെ ഉള്ളിലെ ഈ ഞെട്ടലുകൾക്ക് കാരണം. ഹൃദയമാണ് നമ്മുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത്. നമ്മുടെ ഉള്ളിലെ നിശബ്ദമായ ശബ്ദം ഹൃദയം കേൾക്കുകയും അത് നമ്മളെ ശരിയായ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ നമ്മുടെ ഹൃദയമാണ് നമ്മുടെ എല്ലാ മാനസിക അവസ്ഥകളുടെയും സൂക്ഷിപ്പുകാരൻ. ഇത് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഏതു മാനസികാവസ്ഥയുടെയും സൂക്ഷിപ്പുകാരൻ ഹൃദയമാണെന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും മനസ്സിലാവും. 16-ാമത്തെ ഖണ്ഡികയിൽ ഹൃദയം ഒരു സത്യം മനസ്സിലാക്കിയാൽ ആ സത്യത്തെ കൂടുതൽ നന്നായി അറിയാൻ നമ്മെ സഹായിക്കുമെന്ന് പറയുന്നു. സ്നേഹമാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മളെ ഉള്ളിലെ നല്ല ചിന്തകളെയും പ്രവൃത്തികളെയും ഹൃദയം നിയന്ത്രിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു. ഹൃദയം നമ്മുടെ ഉള്ളിലെ നിശബ്ദമായ ശബ്ദം കേൾക്കുകയും ശരിയായ വഴി കാണിച്ചു കഴിയുകയും ചെയ്യുന്നു.
അതുപോലെ തന്നെ നമ്മുടെ മാനസികാവസ്ഥയുടെ സൂക്ഷിപ്പുകാരനാണ് ഹൃദയമെന്ന് ഈ 16-ാമത്തെ ഖണ്ഡികയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. 3-ാം ദിവസത്തെ പഠന ശിബിരം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് നാം കണ്ടത് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻറ്റുകൾ: 1, നമ്മുടെ ഹൃദയത്തെ ശ്രദ്ധിക്കുക. 2, സ്നേഹത്തോടെ സംസാരിക്കുക. 3, സ്നേഹത്തോടെ പ്രവർത്തിക്കുക. 4, നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുക. 5, മറ്റുള്ളവരെ സ്നേഹിക്കുക. നമ്മുടെ ഹൃദയം സ്നേഹം കൊണ്ട് നിറയട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഈശോയോടുള്ള തിരുഹൃദയ ഭക്തിയിൽ കൂടി നമുക്ക് വളർന്നു വരുവാനായിട്ട് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ സ്നേഹമായിരിക്കണമേ. നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം.
you